Hello guys, welcome to my new video. അപ്പം നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പായ അസ്യൂസ് F15 കുറിച്ച് എൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പം 2024 ഈ ലാപ്ടോപ്പ് വാങ്ങണോ വേണ്ടയോ? അപ്പം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ 12th Gen i7 12700H പ്രോസസ്സറാണ്. 2.3 GHz ആണ്. 4.7 GHz വരെ അപ് ടു ഇത് ക്ലോക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 14 കോറും അതുപോലെ തന്നെ 6 P കോഴ്സും 8 E കോഴ്സും ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ മെമ്മറി നോക്കുകയാണെങ്കിൽ DDR5 RAM ആണ്. 16 GB വേരിയൻ്റാണ് എൻ്റെ ഇരിക്കുന്നത്. നമുക്ക് 32 GB വരെ നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ സ്റ്റോറേജ് ഞാൻ വാങ്ങിച്ചത് 512 GB ആണ്. NVMe SSD Gen 4 ഇത് സപ്പോർട്ട് ചെയ്യും. എനിക്കൊന്ന് ഇപ്പോൾ കിടക്കുന്നത് Gen 3 ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് 2 സ്ലോട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ മെമ്മറി SSD വെച്ച് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. 1920 x 1080p ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ് ടു 250 നിറ്റ്സ് വരെയാണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ്. പിന്നെ അതുപോലെ തന്നെ അഡാപ്റ്റീവ് വീസിങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് അസ്യൂസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ പറയുന്ന തൊട്ട് ലൈഫ് ടൈം ഫ്രീ ആണ്. അതിന് നിങ്ങൾ വേറെ പൈസയൊന്നും മുടക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് വന്ന് NVIDIA GeForce RTX 3050 ആണ് യൂസ് ചെയ്തേക്കുന്നത്. 4 GB VRAM. പിന്നെ അതിൻ്റെ പവർ എന്ന് പറയുന്നത് 95 വാട്ട് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉള്ള ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ലാപ്ടോപ്പിനുള്ളത്. ഇങ്ങനെ കീബോർഡ് ഫ്ലെക്സ് അതുപോലെ തന്നെ ഹിഞ്ചസ് കിടന്ന് വിറയ്ക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിനില്ല. അത്യാവശ്യം നൈസ് ലാപ്ടോപ്പാണ്. ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു. കാരണം അതുപോലെ തന്നെ ഇതിന് വെയിറ്റും ഉണ്ട് കേട്ടോ. ഇതിന് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഓവറോൾ ഇതൊരു ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി ലാപ്ടോപ്പാണ്. ഇത്രയും ഇതിൻ്റെ എൻജിനൊക്കെ അടിപൊളിയാണ്. നൈസ് ലുക്കാണ്. കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഒരു ടോട്ടലി ഒരു നൈസ് സാധനമാണ്. ഒരു ഓവറോൾ പറയുവാണെങ്കിൽ ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിത് വാങ്ങിച്ചതെന്ന് പറയുന്നത് ഏകദേശം ഒരു 97-96 ആ റേഞ്ചിലാണ് വാങ്ങിച്ചത്. ഞാൻ ഓൺലൈനല്ല വാങ്ങിച്ചത്. അസ്യൂസിൻ്റെ എക്സ്ക്ലൂസീവ് സ്റ്റോറുണ്ട്. ഞാൻ ഇവിടെ കൊല്ലത്തു നിന്നുള്ള എക്സ്ക്ലൂസീവ് സ്റ്റോർ അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇതിന് 2 ഫാനുണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടെയൊക്കെ ആയിട്ട് അടിയിൽ 2 ഫാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോപ്പറിൻ്റെ ഒരു കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് മെറ്റൽ ബോഡിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ 720p ആണ് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിന് മക് സ്വിച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് സിംഗിൾ സോൺ RGB ആണ്. ഇങ്ങനെ കിടന്ന് മറ്റേ വേവ് ചെയ്ത് പല കളറിൽ പോകുന്ന സംഭവമൊന്നുമല്ല. ലൈക്ക് റോഗിനുള്ളത് പോലെയുള്ള ഒരു പരിപാടിയല്ല. ഒറ്റ സോണിലാണ്. ഇതിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് RGB കസ്റ്റം ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഈ ഒറ്റ സോണിൽ തന്നെ നിങ്ങൾക്ക് ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് ടു വേ നോയിസ് ക്യാൻസലേഷനൊക്കെ വരുന്നുണ്ട്. നിങ്ങളിപ്പം ഈ സ്ട്രീമൊക്കെ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ ഇൻബിൽഡ് നോയിസ് ക്യാൻസലേഷൻ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈക്ക് ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയിസ് നിങ്ങൾക്ക് ക്യാപ്ചർ ആവാതെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഈ സിസ്റ്റം വെച്ച് റെക്കോർഡിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയാണ് ഈ 2024 ഈ ലാപ്ടോപ്പ് വാങ്ങണോ വേണ്ടയോ അത് തീരുമാനിക്കുന്ന മുന്നായിട്ട്, അല്ലെ അത് ഞാൻ പറയുന്നതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് അതൊന്ന് കേൾക്കുക. ആദ്യം ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് തുടങ്ങാം. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ 100% sRGB അല്ല. അതുകൊണ്ട് തന്നെ കളർ കറക്ഷൻ പോലുള്ള വർക്കുകളൊന്നും ആക്യുറേറ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് കളർ കറക്റ്റ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത് വേറെ എന്തൊക്കെയായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളർ കറക്ഷൻ അല്ല. സോ ഈ ഗ്രാഫിക് അതുപോലെ തന്നെ കളർ കറക്ഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എക്സ്ട്രാ മോണിറ്റർ ആയിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 100% sRGB മോണിറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വർക്ക് സ്മൂത്തായിട്ട് ചെയ്യാം. ഇതിൻ്റെ രണ്ടാമതായിട്ട് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 4 GB ഉള്ളൂ ഗ്രാഫിക്സ് കാർഡ്. അത് പക്ഷേ ലാപ്ടോപ്പിന് അങ്ങനെ വരുത്തുള്ളൂ.
എന്നാലും ഞാൻ പറയുക 4GB ഉള്ള ഗ്രാഫിക്സ് കാർഡ്. അപ്പം നിങ്ങൾക്ക് ഗെയിംസ് എല്ലാം കളിക്കാൻ പറ്റത്തില്ലെന്നല്ല, അത്യാവശ്യം ഒരു മീഡിയം FPS കളിക്കാം. പക്ഷേ നമ്മൾ RP പോലെയുള്ള ഗെയിംസിലോട്ടൊക്കെ കയറുമ്പം ഈ ഗ്രാഫിക്സ് കാർഡ് നല്ല രീതിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ട്വീക്ക് ചെയ്ത് ലോ സെറ്റിങ്സിലൊക്കെ ഇട്ടാണ് കളിക്കുന്നത്. അപ്പം നിങ്ങൾ സ്ട്രീം ചെയ്യാനൊക്കെ വേണ്ടിയാണ് നിങ്ങളൊരു ലാപ്ടോപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 4GB ഗ്രാഫിക്സ് കാർഡ് കൊണ്ട് തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബേസിക്കലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ RPയിലൊക്കെ ആണെങ്കിൽ ഒരു നോർമൽ സെറ്റിങ്സിലൊക്കെ എനിക്ക് അത്യാവശ്യം ഒരു 70 മുകളിലൊക്കെ അല്ലെ 80 മുകളിലൊക്കെ FPS കാണാൻ കഴിയുന്നുള്ളൂ. അല്ലാതെ പിന്നെ വെരി ഹൈയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര FPS കിട്ടത്തില്ല. പക്ഷെ നോർമൽ ഇടുമ്പം ഒബ്വിയസ്ലി ഗ്രാഫിക്സ് ടെക്സ്ചർ ക്വാളിറ്റിയൊക്കെ കുറവായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ RDR2 പോലെയുള്ള നല്ല വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള ഗെയിംസൊക്കെ ഒരു ഹൈ അല്ല ഒരു മീഡിയം സെറ്റിങ്സിലൊക്കെ ഇട്ട് കളിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്യാവശ്യം ഒരു സ്മൂത്ത്നെസ് വേണമെങ്കിൽ നിങ്ങൾക്ക് FPS ഗ്രാഫിക്സ് ക്വാളിറ്റി കുറച്ചാൽ മാത്രമേ അത്യാവശ്യം സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. അപ്പം അത് മെയിനായിട്ട് ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ പോരായ്മയായിട്ട് തോന്നുന്നു. ഈ ഗ്രാഫിക്സ് കാർഡ് മോശമാണെന്നല്ല പറയുന്നത്, ഇതിൻ്റെ മെമ്മറി VRAM കുറവായതുകൊണ്ടാണ് അതങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പം VRAM കൂടിയത്, അതായത് എനിക്ക് തോന്നുന്നു NVIDIA 3050 തന്നെ 6GB വേരിയൻസ് ഇറക്കാൻ പോവുകയാണെന്നുള്ളൊരു ന്യൂസൊക്കെ വന്നിട്ടുണ്ട്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. ആ ലാപ്ടോപ്പ് ഒക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതുപോലെ തന്നെ ഇത് 2022 ഇറങ്ങിയ ലാപ്ടോപ്പാണ്, സ്റ്റിൽ അണ്ടർ സെയിലാണ്. ഈ ടഫിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ടഫ് എന്ന് പറയുമ്പം ഈ F15 തന്നെ കുറേ മോഡൽസ് ഉണ്ട്. കുറേ മോഡൽസ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്വീക്ക് ചെയ്ത് മാറ്റി DDR4-ൻ്റെതുണ്ട്, DDR5 ഉണ്ട്, 100% sRGB ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ i5 ഉണ്ട്, i7 ഉണ്ട്, Ryzen 5 ഉണ്ട്, Ryzen 7 ഉണ്ട്, Ryzen 9 ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കും F15 എടുക്കാൻ പോകുമ്പോൾ, അല്ലെ A15 എടുക്കാൻ പോകുമ്പം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ടീക്ക് ചെയ്ത് പല റേറ്റ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് മോഡൽ നമ്പർ എന്ന് പറയുന്നത്, അതായത് മോഡൽ നമ്പർ ഞാൻ പറഞ്ഞുതരാം. അതായത് മോഡൽ നമ്പർ മതി. ഓക്കെ, FX577ZEHN056W ഇതാണ് എൻ്റെ ഇരിക്കുന്ന മോഡൽ. അപ്പം നിങ്ങളത് വാങ്ങാൻ പോകുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏത് ലാപ്ടോപ്പാണ് വേണ്ടത് അതിൻ്റെ പ്രോപ്പറായിട്ട് എൻ്റെ മോഡലും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് മോഡൽ നമ്പർ വെച്ച് വാങ്ങാനേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ പണി കിട്ടിയതാണ്. അവൻ ഈ മോഡൽ നമ്പർ ഒന്നും അറിയാത്തതുകൊണ്ട് സാധനം A15 ആണെന്നറിയാം, i7 ആണെന്നറിയാം, 11th 12th Gen ആണെന്നറിയാം, പോയി എടുത്തുകൊണ്ട് വരും. ചിലപ്പോൾ അത് DDR4 ആയിരിക്കും റാം. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് DDR5 ആണ്. അപ്പം അറിയാലോ റാമിൻ്റെ മെഗാഹെർട്സും ഇത് ജനറേഷനും ഒക്കെ മാറുന്ന അനുസരിച്ച് അതിൻ്റെ മൾട്ടി പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യാസം വരും. റാമൊക്കെ എന്ന് പറയുമ്പം നമ്മൾ അത്രയും ഈ പറയുന്ന പെർഫോമൻസിനെയൊക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു സാധനമാണ്. അപ്പം എനിക്ക് ഇതിൻ്റെ VRAM കുറച്ച് പോരായ്മയായിട്ട് തോന്നിയായിരുന്നു. ഒന്ന് ഡിസ്പ്ലേ, മൂന്നാമത് ബാറ്ററി. അതൊരു പോരായ്മയല്ല. ഗെയിമിംഗ് ലാപ്ടോപ്സിന് ബാറ്ററി പൊതുവെ അതിൻ്റെ ബാക്കപ്പ് കുറവാണ്. കുത്തിയിട്ട് കളിക്കുന്നതാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ. കാരണം GPU അത്രയും ഫുള്ളി ഫ്ലെഡ്ജഡ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിന് നല്ല പവർ വേണം. അപ്പോൾ ഇതിൻ്റെ 95 വാട്ടാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡിൻ്റെ പവർ എന്ന് പറയുന്നത്. എന്താണ് ഈ വാട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുന്നേ 75 വാട്ടിൻ്റെ ഉണ്ട്, 96 വാട്ടിൻ്റെ ഉണ്ട്, 60 വാട്ടിൻ്റെ ഒക്കെ GPU ഉള്ള ലാപ്ടോപ്സ് നിങ്ങൾ കാണും. എത്ര വാട്ട് കൂടുന്നോ അതനുസരിച്ച് പവർ കൂടും, അപ്പം FPS കൂടും. അപ്പോൾ വാട്ട് കൂടിയ ലാപ്ടോപ്സ് എടുക്കുകയാണെങ്കിൽ, അത് ലാപ്ടോപ്പ് യൂസേഴ്സിനാണ് ഞാൻ പറയുന്നത്, നോട്ട് ഫോർ PC യൂസേഴ്സിൻ്റെ അടുക്കല്ല ഞാൻ പറയുന്നത്. ലാപ്ടോപ്പ് എടുക്കാൻ, ഈ ലാപ്ടോപ്പ് അതല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നത് വാട്ട് കൂടുന്നതനുസരിച്ച് പവറും കൂടും, അത് ഈക്വൽ ടു FPS അതിനനുസരിച്ച് കൂടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ ചില ആൾക്കാർ ഡെയിലി 3050 ഇരിക്കുമ്പം അത് 75 വാട്ടിൻ്റെ 3050 ഉള്ള ലാപ്ടോപ്പും 95 വാട്ടിൻ്റെ 3050 ഉള്ള ലാപ്ടോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പം അതിന് പെർഫോമൻസ് ഇച്ചിരി കുറവായിരിക്കും. അതിനേക്കാളും കൂടുതൽ പെർഫോമൻസ് കിട്ടും. കാരണം പവർ ഇറ്റ്സ് ബേസിക് കോമൺ സെൻസ്, മനസ്സിലാവുമല്ലോ. സോ അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പോരായ്മ. മെയിനായിട്ട് എനിക്ക് രണ്ട് തോന്നിയത്, ഒന്ന് ഡിസ്പ്ലേ, രണ്ട് VRAM. ഇത് രണ്ടും കുറവായതുകൊണ്ട് തന്നെ ഒരു നല്ല സ്ട്രീമിംഗ് എക്സ്പീരിയൻസ് നിങ്ങളുടെ സ്ട്രീം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിന് ഒരു നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും
കുറവായിരിക്കും. അത് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ബാക്കിൽ OBS പോലെയുള്ള എല്ലാം റൺ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം അതൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ VRAMൻ്റെ മെമ്മറീസ് എടുക്കും. അതുപോലെ തന്നെ ഇത് ആർക്കാണ് ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പറയുന്നത് നിങ്ങൾ സ്ട്രീമർ ആവണം അല്ലെങ്കിൽ സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്യണം, അതിനെനിക്ക് ലാപ്ടോപ്പാണ് ഇപ്പോൾ ആവശ്യം എന്നല്ലെങ്കിൽ ലാപ്ടോപ്പ് തന്നെ വേണം എന്നുള്ളവർക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ പൈസ ഇട്ടിട്ട് കുറച്ചുകൂടെ VRAM ഒക്കെ കൂടിയ, കുറച്ചുകൂടെ അത് എന്താ പറയണേ, നല്ല DDR5ഉം VRAM ഒക്കെ കൂടിയ നല്ല അടിപൊളി ഒരു ഈ അത്യാവശ്യം ഈ പറയുന്ന തൊട്ട് ഇതിൻ്റെ വാട്ടൊക്കെ, അതായത് പവറും GPU പവറൊക്കെ കൂടിയ ലാപ്ടോപ്സ് പോയി എടുക്കുക എന്നുള്ളതാണ്. ലാപ്ടോപ്പ് വേണം എന്ന് അത്ര ആഗ്രഹമാണെങ്കിൽ. അല്ലെങ്കിൽ ഈ പൈസയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി ഒരു PC ബിൽഡ് ചെയ്യാം. അടിപൊളി PC i5 അല്ലെങ്കിൽ റൈസണോ ഒക്കെ വെച്ച് അടിപൊളി PC ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൂപ്പറായിട്ടിരുന്ന് സ്ട്രീം ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3050 Ti ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് അല്ലായിരിക്കും PC-യിലോട്ട് വരുമ്പം. ഓൾ ഓവർ പെർഫോമൻസ് ഈ സ്പെസിഫിക്കേഷൻ വെച്ച് ഒരു PC ബിൽഡ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസും ആ PCയുടെ പെർഫോമൻസും രണ്ടും, അതായത് ഇതിനേക്കാളും 10 ഇരട്ടി പെർഫോമൻസ് ആയിരിക്കും ആ PCക്ക്. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, ഇത് എല്ലാം ഒരു കൺജസ്റ്റഡ് ആയിട്ട്, അതായത് കമ്പോണൻസ് ഒക്കെ ആണെങ്കിൽ പോലും അവർ മാക്സിമം എന്താ പറയണേ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് അതിന് മാനുഫാക്ചറിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളുണ്ട്. ലാപ്ടോപ്സിനെല്ലാം അങ്ങനെ തന്നെയാണ്. ലാപ്ടോപ്സ് പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. PC നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി അല്ല, നമുക്കത് എല്ലായിടത്തും കൊണ്ടു നടക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. ഇനി നിങ്ങൾക്ക് ലാപ്ടോപ്പ് തന്നെ വേണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ തന്നെ കുറച്ച് അപ്ഗ്രേഡഡ് വെർഷൻസൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പുതിയ വേർഷൻസൊക്കെ ഈ വർഷം എന്തായാലും ഇറങ്ങും. ബൈ മാർച്ച് ഐ തിങ്ക് ഇതിൻ്റെ പുതിയ വേർഷൻസൊക്കെ ഇറങ്ങും. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഈ പറയുന്ന തൊട്ട് കുറച്ച് ലാപ്ടോപ്സ് ഞാൻ എന്തായാലും ജസ്റ്റ് ലിങ്കിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതിനേക്കാളും കുറച്ചുകൂടെ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നി 1-2 ഞാൻ ലിങ്കിൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1 lakhന് താഴെയുള്ള ഗെയിമിംഗ് PCs, 1 lakhന് താഴെ ഗെയിമിംഗ് PCs ഉണ്ട് ഗൈസ്. പക്ഷേ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ലെവൽ ഗെയിമിംഗ് ഒക്കെ അതിനകത്ത് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഡൗട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുക. അപ്പം ഇതിൻ്റെ എൻജിൻ അടിപൊളിയാണ്. ഗ്രാഫിക് ഡിസൈനിങ്, അങ്ങനത്തെ റിലേറ്റഡ് കോഡിങ്, അല്ലെങ്കിൽ ഈ പ്രൊഡക്ടിവിറ്റി സൈഡിൽ ഈ ലാപ്ടോപ്പ് സൂപ്പറാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ ഇതെടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇതെടുക്കാനായിട്ട് ഇത് തന്നെ മതി എന്ന്, കാരണം ചിലവർ ഇത് എടുക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കിയിട്ടല്ല, ഇതിൻ്റെ എൻജിൻ, അതായത് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് അതിൻ്റെ പെർഫോമൻസിൻ്റെ ആ ഒരു പവർ നോക്കിയിട്ടാണ് ഞാൻ ഈ സാധനം എടുത്തത്. കളർ കറക്ഷൻ പോലെയുള്ള സാധനങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു sRGB മോണിറ്റർ വാങ്ങിച്ച് വെക്കുക. ഇനിയിപ്പോൾ എനിക്ക് ലാപ്ടോപ്പ് ഓർ PC ഐ ഡോണ്ട് നോ എന്നുള്ള ഒരു ഓപ്ഷൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഗോ ഫോർ PC നല്ല രീതിയിൽ ഈ ഒരു 1.20 അടിപൊളിയായിട്ട് കിട്ടില്ല സാധനങ്ങൾ ബിൽഡ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ളടുത്ത് അത് കൊടുത്ത് ബിൽഡ് ചെയ്ത് വാങ്ങാൻ ശ്രമിക്കാം. അപ്പം 2024 ഇതെടുക്കണോ? ഞാൻ പറയാം അത് ഡിപ്പെൻസ്. എൻ്റെ ഒരു സാക്ഷ്യം പറയണം, ഞാൻ എടുക്കില്ല. 2024 ഈ വില കൊടുത്ത് ഞാൻ ഈ സാധനം എടുക്കില്ല. ഞാൻ ഒരു PC ബിൽഡ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടാണ് ഗെയിമിംഗ് കരിയറാണ്, അല്ലെങ്കിൽ ഗെയിമിങ് സ്ട്രീമിങ്ങിലൊക്കെയാണ് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഗോ ഫോർ PC എന്നേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം അതിനായിരിക്കും ഏറ്റവും മാക്സിമം പെർഫോമൻസ് ടീക്കിങ് കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഈ ലാപ്ടോപ്പിന് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ തീരുമാനിക്കുക എന്താണ് നിങ്ങളുടെ ഡിസിഷൻ എന്നുള്ളത്. സ്റ്റിൽ യു വാണ്ട് എ ലാപ്ടോപ്പ്, ഗെയിമിംഗ് ലാപ്ടോപ്പാണ് വേണ്ടതെങ്കിൽ ഗോ ഫോർ ഇറ്റ്. എനിക്ക് അതിനകത്തൊരിതില്ല, കാരണം അത് നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളുടെ പൈസ. അപ്പം സോ ഇതൊക്കെയാണ് എനിക്കുള്ള ഒരു കുറച്ച് എൻ്റെ സജഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇല്ല ഇതിനകത്ത്, കാരണം വെച്ചാൽ ഞാൻ വേറൊരു കാര്യമുണ്ട്, ഈ വീഡിയോ ചെയ്യാനുള്ള വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ ഇതിനെക്കുറിച്ച് അത്ര വലിയ നെഗറ്റീവ്സ് ഒന്നും കണ്ടില്ല. മെയിനായിട്ട് എല്ലാവരും ഈ i7 പ്രോസസ്സർ 3050 Ti എന്നിട്ട് കുറേ ഇതൊക്കെ കുറേ ഗെയിംസൊക്കെ ഇട്ട് കളിക്കുന്നു. ഇപ്പോൾ സൈഡ് FPS കാണുമ്പോൾ 50-60 ഉള്ളൂ. ഞാൻ പറയട്ടെ, ഈ ഒരു സെയിം സിസ്റ്റം വെച്ച് നിങ്ങൾ PC ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 100+ FPS നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. പക്ഷേ ഇത് ലാപ്ടോപ്പാണ്, അപ്പം അതിൻ്റെതായിട്ടുള്ള അത് കിട്ടത്തുള്ളൂ. ബട്ട് ആസ് എ ലാപ്ടോപ്പ് എനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ഉടനെ ഒന്ന് ചേഞ്ച് ചെയ്യാനോ അങ്ങനെയൊന്നും പോകുന്നില്ല.
എനിക്ക് കാരണം എൻ്റെ വർക്കിന് എനിക്കിത് മതി. ഞാൻ അത്യാവശ്യം ഞാൻ സ്ട്രീമറാണ്, പക്ഷേ എൻ്റെ സ്ട്രീം ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ എൻ്റെ സ്ട്രീം തന്നെ കണ്ടാൽ അറിയാൻ പറ്റും RDRൻ്റെ ഒക്കെ. കാരണം അതൊന്നും അല്ല, അതിൻ്റെയൊക്കെ അപ്പുറം വിഷ്വൽ എഫക്റ്റാണ് RDR പോലുള്ള ഗെയിമുകൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. വളർന്നു വരുന്നൊരു കൊച്ചു യൂട്യൂബറാണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്.